നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ച വനിതാ സംവരണത്തെക്കുറിച്ച് മാത്രമല്ല, വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ അധികാരം ഉറപ്പിക്കുന്ന ഗെയിമാണോ നടക്കുന്നത് എന്നുകൂടിയാണ്. ഈ സംശയം ദൂരീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണം എന്ന മധുരവാക്ക് പിന്നിൽ സീറ്റുകൾ കൂട്ടാനുള്ള സൂക്ഷ്മ നീക്കമുണ്ടോ? ഇത് സ്ത്രീകൾക്ക് നീതി നൽകുന്ന നിയമമല്ലെന്ന് പ്രതിപക്ഷം. ഭാവിയിലെ പാർലമെന്റ് കണക്ക് തന്നെ തിരുത്തുന്ന രാഷ്ട്രീയ ചതിയെന്നാണ് എതിർപ്പായി പ്രതിപക്ഷം പറയുന്നത്. സീറ്റുകൾ കൂട്ടിയാൽ അതിന്റെ ലാഭം ആർക്ക്, നഷ്ടം ആർക്ക്? ഓരോ സംസ്ഥാനത്തും 50% സീറ്റുകളുടെ വർധന എന്ന് അമിത്ഷാ ലോക്സഭയിൽ ഉറപ്പു നൽകിയതോടെ മണ്ഡല പുനർനിർണയം പറഞ്ഞുള്ള പ്രതിപക്ഷ എതിർപ്പിന് ഇനി നിലനിൽപ്പുണ്ടോ? പ്രതിപക്ഷത്തെ സ്ത്രീ വിരുദ്ധരാക്കാനുള്ള BJP നീക്കം വിജയത്തിലേക്കാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. വനിതാ സംവരണ ഭേദഗതി ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് അല്പസമയത്തിനകം ലോക്സഭയിൽ നടക്കും. എന്തായാലും പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ഡല പുനർനിർണയം ഇതിന്റെ മറവിൽ നടത്തുവാനുള്ള നീക്കത്തെയാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. വനിതാ സംവരണത്തെ എതിർക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇക്കാര്യം പറയുന്നത്. സീറ്റുകളുടെ എണ്ണം കൂട്ടുവാൻ, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടുവാൻ അനുവദിക്കില്ല. നിലവിലെ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ വനിതാ സംവരണം നടപ്പാക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന രീതിയിൽ അമിത്ഷാ ലോക്സഭയിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തും 50% സീറ്റുകളാണ് കൂട്ടാൻ പോകുന്നത് എന്ന്. അങ്ങനെ വരുമ്പോൾ ഒരു സംസ്ഥാനത്തിനും നഷ്ടമുണ്ടാകില്ല, ഒരു സംസ്ഥാനത്തിനും ലാഭമുണ്ടാകില്ല. അപ്പോൾ ഈ ഒരു ഉറപ്പ് നൽകിയതോടെ പ്രതിപക്ഷത്തിന് ഇനി വഴങ്ങേണ്ടി വരുമോ? എതിർക്കുമ്പോൾ സ്ത്രീ വിരുദ്ധർ എന്ന ആരോപണം BJP സ്വാഭാവികമായും ശക്തമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെ ഏത് രീതിയിൽ പ്രതിപക്ഷം മറികടക്കാൻ പോവുകയാണ്? അമിത്ഷാ ഇപ്പോൾ ലോക്സഭയിൽ സംസാരം തുടരുകയാണ്. അതിനെ सुषमा स्वराज जी दिल्ली की पहली मुख्यमंत्री बनी, उमा भारती जी मध्य प्रदेश की पहली मुख्यमंत्री बनी, वसुंधरा राजे जी राजस्थान की पहली मुख्यमंत्री बनी, आनंदीबेन पटेल गुजरात की पहली मुख्यमंत्री। मान्यवर, एक बात पर मैं ध्यान दिलाना चाहता हूँ, ये सब जगह भाजपा की महिला नेत्रियां पहली, हाँ अभी है, मगर ये तो पहली बार बनी। ये पहली बार बनी, इसका मतलब क्या है? 70 साल में कांग्रेस ने कभी उन राज्यों में महिला मुख्यमंत्री को जगह नहीं दी, इसलिए हमारा नंबर लगा है। और आज भी रेखा गुप्ता जी पहली मुख्यमंत्री नहीं है, तीसरी मुख्यमंत्री के। अरे मैं बोल रहा हूं भाई, पहली मुख्यमंत्री नहीं है ऐसा बोल रहा हूं। अरे सुनो भाई, पहली मुख्यमंत्री नहीं है। സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. 2029 വനിതാ സംവരണം നടപ്പാക്കും എന്നതാണ് ഈ ബില്ലിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം അമിത്ഷാ ലോക്സഭയിൽ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി. പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒളിച്ചു കടത്തൽ ഉണ്ട് എന്ന് തന്നെ സംശയിക്കുകയാണ്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടരുത് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ശ്രീ MS വേണുഗോപാൽ, പ്രതിപക്ഷത്തിന് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തും 50% സീറ്റുകളുടെ വർധന എന്നാണ്. പക്ഷേ അക്കാര്യം ബില്ലിൽ ഇല്ല. ഇത് പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഉയർത്തുമല്ലോ, വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, തീർച്ചയായിട്ടും പാർലമെന്റിൽ നടത്തുന്ന ഒരു പ്രസ്താവന മാറ്റി പറയാൻ കഴിയില്ല. അപ്പോൾ 50% എല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കും എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും നടപ്പിലാക്കിയേ കഴിയുള്ളൂ. കാരണം ഇത് ഭരണഘടനാ ഭേദഗതിയാണ്, അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ചീറ്റിംഗ് സാധ്യമല്ല. അങ്ങനെ ഒരു ചീറ്റിംഗ് നടത്തിയാൽ അത് സുപ്രീം കോടതി അടക്കമുള്ളവർ അത് നോക്കി നിൽക്കില്ല, അത് തള്ളിക്കളയും. അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് 30 വർഷമായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ സ്ത്രീ സംവരണ ബിൽ എന്ന് പറയുന്നത്. 90കളുടെ അവസാനം 98ലും മറ്റും വളരെ ശക്തമായി ഇതിനായി നടപടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞെങ്കിലും നടപടികൾ ഉണ്ടായില്ല. അന്നൊക്കെ മുലായം സിംഗിൻ്റെ, ഇന്നത്തെ അഖിലേഷ് യാദവിൻ്റെ പിതാവ് മുലായം സിംഗിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭങ്ങളാണ് പാർലമെൻറ്റിനകത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് ഇത് കഷം മുറിച്ച ബ്ലൗസ് ഇടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണമാണ്, അല്ലാതെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സംവരണമല്ല. അതുപോലെ തന്നെ ധനികരായ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. സ്ത്രീകൾ വന്ന് ചില പെൺകുട്ടികൾ പാർലമെൻറ്റിൽ വന്ന് വിസിലടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബില്ലാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീ അധിക്ഷേപം എത്രത്തോളം നടത്താമോ അത്രത്തോളം നടത്തിയാണ് 30 വർഷം ഇങ്ങനെ കൊണ്ടുപോയത്. 30 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ജീവപര്യന്തത്തിനുള്ള കാലയളവ് പോലും ഇത്രയും വരില്ല. ഇപ്പോൾ ഇന്ത്യയിലെ
ഏതാണ്ട് 50% വരുന്ന വോട്ടർമാരായ വനിതകളെ കഴിഞ്ഞ 30 വർഷമായി ജീവപര്യന്ത തടവിന് തുല്യമായ വിധത്തിൽ തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയാതെ നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. കാരണം 30 വർഷം മുമ്പേ നടപ്പിലാക്കേണ്ടതായിരുന്നു. അതിനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിനൊരു നടപടിയെടുത്തില്ല. പ്രതിപക്ഷത്തെ പ്രമുഖ കക്ഷികൾ ആരും അതിന് നടപടിയെടുത്തില്ല. പക്ഷേ 2023 വനിതാ സംവരണ നിയമം വന്നതാണ്. പക്ഷെ അതിനുശേഷം 2024 നടപ്പാക്കിയില്ല. അതിന് കാരണമായിട്ട് ആ ബില്ലിൽ തന്നെ ഉണ്ടായിരുന്ന പാസ്സാക്കിയപ്പോൾ ഉള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് പുതിയ സെൻസസ് വരും. സെൻസസ് വന്നതിന് ശേഷം 2026 സെൻസസ് വന്നതിന് ശേഷം മണ്ഡല പുനർനിർണയം വരും. അങ്ങനെ നടപ്പിലാക്കും എന്നാണ്. പക്ഷേ ഇപ്പോൾ പൊടുന്നനെ 2029 ഞങ്ങൾ നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വരികയും ആ ബില്ലിൽ പക്ഷേ ഇക്കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രീ സിബി സത്യൻ, 50% കാര്യം ഓരോ സംസ്ഥാനത്തും 50% സീറ്റുകൾ കൂടും. അങ്ങനെ വരുമ്പോൾ ദക്ഷിണേന്ത്യയെ ഒഴിവാക്കും. ഈ 2011 ജനസംഖ്യ കണക്കനുസരിച്ച് ദക്ഷിണേന്ത്യയുടെ സീറ്റുകൾ നഷ്ടമാകും, അല്ലെങ്കിൽ കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ ആനുപാതികമായ വർധനവ് ഉണ്ടാകില്ല എന്നതായിരുന്നുവല്ലോ. ഇന്ന് അമിത്ഷാ ലോക്സഭയിൽ ഉറപ്പ് നൽകുകയാണ്. 129 സീറ്റുകളായിരുന്നു 5 സംസ്ഥാനങ്ങൾക്കുമായി ഉണ്ടായിരുന്നത്. അത് 195 ഉയരും. അതായത് 50% വർധനവ് വരും. അപ്പോൾ അതിൽ ഒരു തരത്തിലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ നഷ്ടമുണ്ടാവില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഇതിനെ എങ്ങനെ എതിർക്കാൻ പറ്റും പ്രതിപക്ഷത്തിന്, മണ്ഡല പുനർനിർണയം പറഞ്ഞുകൊണ്ട്? മഞ്ജുഷ, ഇതിനകത്ത് 2-3 പ്രശ്നങ്ങൾ നമ്മൾ ഇന്നലത്തെ ചർച്ചയിലെ തുടർച്ചയായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ഒന്നെന്ന് പറയുന്ന ആദ്യത്തേത്, നമ്മൾ ഈ ബ്ലാങ്കറ്റ് 50% വർധനവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് 2011 സെൻസസിനെ വലിച്ചഴിക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് 50% സ്ത്രീ സംവരണം അധിക സീറ്റുകൾ കൊണ്ടുവന്ന് 33% സ്ത്രീ സംവരണം ഉറപ്പാക്കാം. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. അതായത് ഇത്തരം വലിയ പ്രമുഖ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷമായിട്ടും ഒക്കെ സംസാരിച്ചിട്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ളൊരു അതായത് പാസ്സാക്കണം എന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ബില്ലാണെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ ഒരു അനുവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ട്. അപ്പൊ ഇവർ ഇത്തരം ബില്ലുകൾ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയും അതിനകത്ത് നിയമനിർമ്മാണത്തിന് ആവശ്യമായ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തുകയും എല്ലാവരെയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അത്തരത്തിലാണ് ഇത്തരം സുപ്രധാനമായ ഒരു ബില്ലുകളൊക്കെ വരേണ്ടത്. ഇവിടെ അതിന് പകരം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഈ ബില്ലിനകത്ത് എവിടെയും അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന ഒരു സാധനമാണ്. അതൊന്ന്. അമിത്ഷാ അതിന് ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ്. ആ ബില്ലിൽ ഉൾപ്പെടുത്താം ഈ 50% ഓരോ സംസ്ഥാനങ്ങൾക്കും കൂടുന്ന കാര്യം. അത് ബില്ലിൽ ഉൾപ്പെടുത്താമെന്ന് അമിത്ഷാ അല്പസമയം മുമ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ലോക്സഭയിൽ. അതെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഡീലിമിറ്റേഷൻ ആണ്. ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ട് ഒരു പാർട്ടിയുടെ ആധിപത്യത്തിലാക്കാൻ പറ്റും. ഒരു കാരണവശാലും മറ്റൊരു പാർട്ടി വിജയിക്കാത്തക്ക രീതിയിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ചില മണ്ഡലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നമുക്ക് ഡീലിമിറ്റേഷനെ പറ്റി നമുക്കറിയാം. അപ്പൊ അതിന് അവർ ഉപയോഗിക്കുന്ന ഈ ആർട്ടിക് എന്ന് പറയുന്നത് 2011 ഇല്ലാതെ പറ്റുകയില്ലല്ലോ. ഇപ്പോൾ 1971 സെൻസസ് കണക്കനുസരിച്ച് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? 30 ലക്ഷം വോട്ടർമാർ വരെയുള്ള മണ്ഡലങ്ങളുണ്ട്. ഇന്ന് അതിന്റെ കണക്ക് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ വായിച്ചിരുന്നു. ഏതാണ്ട് 100-ലധികം മണ്ഡലങ്ങളിൽ ഈ കണക്കാണ്. 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് വോട്ടർമാരുണ്ട്. അതെങ്ങനെ ശരിയാകും? അത് ശരിയാണ്. 100% ഞാൻ മഞ്ജുഷയോട് അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മഞ്ജുഷേ, ഈ പറഞ്ഞ പോലെ നമ്മള് ഈ MLA-മാരുടെ MP-മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ശരിക്കും ജനാധിപത്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിലവിൽ 540 അത്രയും MP-മാർ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് 33% സംവരണം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? കേരള നിയമസഭയിൽ 140 അംഗങ്ങളുണ്ട്. ഈ 140 എന്തുകൊണ്ട് 33% സംവരണം സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? 33% സീറ്റുകൾ സ്ത്രീകൾക്ക് മാറ്റിവെച്ചുകൂടാ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയ രംഗത്തെ അടക്കി ഭരിക്കുന്ന ഈ ആൺ മേൽക്കോയ്മയെ നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് അധിക സ്ഥലം വേറെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്നുകൂടാ? ശരിക്കും ഞാൻ ഇന്നലെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ തുടർച്ച ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ 840 പുതിയതായിട്ടല്ലേ 816 അല്ലെ 850 MP-മാർ പുതുതായിട്ട് വന്നതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? ഇന്ത്യൻ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കോ ഇന്ത്യൻ ചടങ്ങായിട്ട് എന്തിനാണ് എന്ന് കൂടി ചോദിച്ചാൽ നന്നായിരുന്നു. കാരണം എന്തിനാണ് ഇപ്പോൾ ഈ 30 ലക്ഷം വോട്ടർമാർക്ക് ഒരു MP എന്നൊക്കെ രീതിയിൽ എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നത്? ഇത് വേണ്ടെന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നതിന് തുല്യമാണ് താങ്കൾ. മഞ്ജുഷ അങ്ങനെയല്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു അധികാര വികേന്ദ്രീകരണത്തിന് കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്.
നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, MP തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഓരോ ആൾക്കാർക്കും തീർക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ പല തട്ടുകളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിലും MPയെ സമീപിക്കാറില്ല. നമ്മൾ MLA സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, MPയെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, ജില്ലാ പഞ്ചായത്തിനെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കേണ്ട ചില കേസുകളുണ്ട്. ഇത്തരത്തിൽ കൃത്യമായിട്ട് വികേന്ദ്രീകരണം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു 2 MP അധികം വന്നാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് ഇപ്പോൾ 3 MP-മാരാണുള്ളത്, അല്ലെങ്കിൽ 4 പേരാണുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ചുപേരെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസമാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം എന്തായാലും ലോക്സഭയിലെ ചർച്ചയിൽ വന്നിട്ടില്ല. താങ്കളുടെ ഒരു സംശയം ഞാൻ അതിന്റെ വിശദീകരണം പറയാം. ഒരു MPക്ക് ശരാശരി 43 ലക്ഷം രൂപയാണ് ഒരു പ്രതിവർഷം ഗവൺമെന്റ് ചർച്ച ലോക്സഭയിൽ നടക്കുന്നില്ല. അതിലേക്ക് ചർച്ച എന്തായാലും പോവുകയില്ല. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇനി പ്രതിപക്ഷത്തെ വെട്ടിലാക്കുവാനുള്ള ഒരു കാര്യമാണ് അമിത്ഷാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചർച്ചയിൽ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കൊടുത്ത കാര്യമാണ്. ഇതാണ് ഫോർമുലയായിട്ട് കൊണ്ടുവരാൻ പോകുന്നത് എന്ന്. 50% ഓരോ സംസ്ഥാനത്തും സീറ്റുകൾ കൂടും. അവിടെ ജനസംഖ്യ അല്ല ശരിക്കും അപ്പോൾ അവലംബിക്കുന്ന കാര്യം. പക്ഷേ അതേസമയം 2011 സെൻസസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഈ ബില്ലിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത് പണിക്കർ, ഇതാണല്ലോ വൈരുദ്ധ്യം. മാത്രമല്ല 81 ആണെന്ന് തോന്നുന്നില്ലേ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ജനസംഖ്യയാണ് അടിസ്ഥാനമായി കണക്കാക്കേണ്ടത് ഈ മണ്ഡലങ്ങൾ തീരുമാനിക്കുമ്പോൾ. അപ്പോൾ അതും ഇതിന് പിന്നിലുള്ള ഒരു ചതിയായി മാറുകയില്ലേ? ഈ പറയുന്ന പോലെ ജനസംഖ്യ അവലംബിക്കാതെ ഫ്ലാറ്റായിട്ട് 50% മണ്ഡലങ്ങൾ കൂട്ടുന്നു ഓരോ സംസ്ഥാനത്തിനും എന്ന് വരുമ്പോൾ? മഞ്ജുഷ്, ഇതിനെക്കുറിച്ച് ഞാൻ 2 ദിവസം മുമ്പ് നടന്ന ഒരു TV ചർച്ചയിൽ അതിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് 2 മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഒന്ന്, ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്നുള്ള ഒരു സ്കീം. അതാണ് സത്യത്തിൽ ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് അതിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 1970-കളിൽ ഉണ്ടായിരുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം 543 അംഗങ്ങൾ ലോക്സഭയിൽ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫോർമുല പിന്തുടർന്ന് വന്നിരുന്നത്. അപ്പം ഇതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത്, ഒന്ന്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, ആരോഗ്യ പരിപാലനം, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം ഇതൊക്കെ പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഈ പോപ്പുലേഷൻ പ്രൊപ്പോർഷനിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം, നമ്മൾ ഇതുപോലെ ആനുപാതികമായിട്ട് ജനസംഖ്യ വർദ്ധിപ്പിച്ചില്ല, അതുകൊണ്ട് നമുക്ക് സീറ്റ് കുറയുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിലുള്ള സ്കീമുകളോടൊന്നും തന്നെ അഡ്ഹിയർ ചെയ്യാതിരിക്കുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിലുള്ള പല സംസ്ഥാനങ്ങൾക്കും ക്രമാതീതമായിട്ട് സീറ്റുകൾ കൂടുകയും ചെയ്യും. ഇപ്പോൾ 2011 സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള 20 സീറ്റ് എന്ന് പറയുന്നത് 23 സീറ്റായി മാറും. മറിച്ച് ഉത്തർപ്രദേശിലുള്ള 80 സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 143 സീറ്റായിട്ട് മാറും. എന്ന് വെച്ചാൽ അവർക്ക് ഗെയിൻ കിട്ടുന്നത് 63-64 സീറ്റുകളാണെങ്കിൽ കേരളത്തിന് കിട്ടാൻ പോകുന്നത് വെറും 3 സീറ്റുകളാണ്. ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എൻബ്ലോക്കായിട്ട് അവരുടെ പ്രാതിനിധ്യം അവിടെ കുറച്ചു കഴിഞ്ഞാൽ പോളിസി മേക്കിങ്ങിൽ ഉൾപ്പെടെ ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ഈ പൈസയുടെ അലൊക്കേഷനിലൊക്കെ തന്നെ വലിയ കംപ്ലൈന്റ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെ മാറ്റി നിർത്തുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ശക്തിപ്പെടുന്നത് അവിടെയാണ്. പക്ഷെ അതിന് പൂർണ്ണമായിട്ട് BJP കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം മഞ്ജുഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ക്ലോസുകൾ അനുസരിച്ച് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് സീറ്റ് നിർണ്ണയം എന്നുള്ളതാണ് നമ്മുടെ നോം. അതാണ് നമ്മുടെ നോം. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം BJP ചെയ്യണമെന്ന രീതിയിലത്തേക്ക് പ്രതിപക്ഷത്തിന് വാശി പിടിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിൽ ലിഖിതമായിട്ടുള്ള നിയമം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് 3-ഉം അതേപോലെ തന്നെ ഉത്തർപ്രദേശിന് 60+ സീറ്റുകളും അഡീഷണൽ ആയിട്ട് കിട്ടുമെന്ന രീതിയിലാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് BJP അല്ല, അത് കോൺഗ്രസ് കാലത്തുള്ള നിയമമാണെന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാറ്റം വരുത്തുക എന്ന് പറയുന്നതിൽ ഏറ്റവും നല്ല സ്വീകാര്യമായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് ഫ്ലാറ്റായിട്ട് 50%, അതായത് പ്രോറേറ്റ പ്രൊജക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കും നഷ്ടം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമ്മൾ ആൾക്കാരുടെ പെർസെൻറ്റേജ് ഷെയർ നോക്കിക്കഴിഞ്ഞാലോ ഒന്നും തന്നെ അതിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. കേരളത്തിന് 50% എന്ന് പറയുമ്പോൾ 20 എന്ന് പറയുന്നത് 30 സീറ്റ് ആകുന്നു. UP സംബന്ധിച്ചിടത്തോളം 80 എന്ന് പറയുന്നത് 120 ആകുന്നു. ബീഹാറിൻ്റെ 40-60 ആകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആർക്കും നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ പുതുതായിട്ട് വരുന്ന സഭയിൽ അതിപ്പോൾ 815-ഉം UT ചേർത്തിട്ട് വരുന്ന 850 ആണെങ്കിലും അതിൽ ആൾക്കാരുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഷെയർ, എൻ്റെ സംസ്ഥാനത്തിൻ്റെ ശതമാനം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് ഒരു പാർട്ടിക്ക് ഉണ്ടാകേണ്ടുന്ന സ്ട്രഗിൾ വ്യത്യാസം ഉണ്ടാകുന്നില്ല.
അലയൻസ് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യത്തിൽ വ്യത്യാസം വരുന്നില്ല, ഒന്നും ഉണ്ടാകുന്നില്ല. അതെല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ഫോർമുലയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ ഒരു ദേശീയ മാധ്യമത്തിൽ നോക്കിയപ്പോൾ അവിടെ അമിത്ഷായുടെ ഒരു പ്രസ്താവനയായിട്ട് പറയുന്നത് തന്നെ, അമിത്ഷാ സഭയോട് പറയുന്നത്, എനിക്ക് 1 മണിക്കൂർ തരൂ, ഞാൻ പോയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അമെന്റ്മെന്റ് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയോടുകൂടി കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും ഫോട്ടോ കോപ്പി നൽകാവുന്നതാണ്. പ്രതിപക്ഷം അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പാസ്സാക്കി എടുക്കാം എന്നാണ് പറയുന്നത്. 50%. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്ന് ചോദിക്കുന്നത്. ഇത് ഇപ്പോൾ പ്രതിപക്ഷം വെട്ടിലായി എന്ന് തന്നെ പറയേണ്ടി വരുമല്ലോ. കാരണം ഇതിനെ അങ്ങനെയാണെങ്കിൽ 100% പറ്റും. 100%. കാരണം നിലവിൽ 543 ഇരിക്കുന്നതിനെ 880 ആക്കുകയും പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സീറ്റ് ഇൻക്രിമെന്റ് ആണ് വർധന വരുത്തുന്നത് എങ്കിൽ പ്രതിപക്ഷത്തിൽ എന്ത് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സീറ്റ് കൂടിയില്ല എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ അഖിലേഷ് യാദവ് പറയുന്നത് കേട്ടു, ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഒരു വനിതയെ കൊണ്ടുവരുമെന്ന് വാക്കാൽ പറഞ്ഞാൽ പോലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന്. പക്ഷെ ഇവിടെ ബില്ലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അവിശ്വസിക്കാൻ പറ്റും? അതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന മറ്റ് ചതികളുണ്ടോ? അവിടെ ഉള്ളത് ഇതാണ്. അല്ല, ജനസംഖ്യ മാത്രമേ ആധാരമാക്കി എടുക്കാവൂ എന്നുള്ള കാര്യമുണ്ട്. അതിലും ഭേദഗതി വരുത്തേണ്ടി വരും. 2023 നിയമം ഇന്നലെ തൊട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. 2023 അതെ, ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതിലാണല്ലോ പേടിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് തോന്നുന്നു. അല്ല, അതിൽ അമെന്റ്മെന്റ് വരുത്തുകയാണല്ലോ. അതിൽ അമെന്റ്മെന്റ് വരുത്തുന്നതാണല്ലോ ഈ ബില്ല്. അല്ലല്ല, ആദ്യം ഇതുവരെ നമ്മൾ ഇത് നിയമമാക്കിയിരുന്നില്ല. ഇന്നലെ മുതൽ നിയമമാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ഇത് പിന്നെ കേന്ദ്ര നിയമ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വരുമ്പോൾ മറ്റൊരു കാര്യമുണ്ടല്ലോ, പുതിയ സെൻസസ് വന്നിട്ട് മണ്ഡല പുനർനിർണയത്തിന് ശേഷം നടപ്പാക്കിയാൽ മതിയെന്ന് ആ ബില്ല് പാസ്സാക്കിയപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണല്ലോ. ബില്ലുള്ള കാര്യമാണല്ലോ നിയമമായി ആയപ്പോൾ. സാങ്കത്യമുണ്ടോ ഇപ്പോൾ? ഇല്ല, അതിൽ പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിയമമായാലും അത് 2026 ശേഷം ഉണ്ടാകുന്ന സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് റെഡിലി ഇംപ്ലിമെന്റഡ് ആവണമെന്നില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ 2026 എന്നുള്ളതിനെ 2011 സെൻസസിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു ഭേദഗതിയാണ്. അതുകൊണ്ടാണ് എനിക്ക് 1 മണിക്കൂർ സിബി പറയുന്ന പോലെ 2023 അനുസരിച്ചാണ് നടപ്പാക്കാൻ പോകുന്നതെങ്കിൽ അത് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്ന പോലെയല്ല. പ്രതിപക്ഷത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റ് ക്രമാതീതമായി കൂടുകയും ചെയ്യും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആനുപാതികമായി കൂടുകയും ചെയ്യില്ല. അങ്ങനെ വരില്ലേ ശ്രീത്ത്? അല്ല, അത് ഇംപ്ലിമെന്റഡ് ആകണമെങ്കിൽ, അതായത് പാസ്സാക്കിയിരിക്കുന്ന നിയമം അനുസരിച്ച് 2026 ശേഷമുള്ള സെൻസസ് എന്ന രീതിയിലാണ് അത് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പുതുതായിട്ടുള്ള ഒരു സെൻസസ് വന്നതിന് ശേഷം മാത്രമേ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാകൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇൻഫോഴ്സ് ആയിരിക്കാം, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ടുള്ള ഒരു സെൻസസ് വരണം. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാകുന്നില്ല. മറിച്ച് ഇപ്പോൾ അവർ കൊണ്ടുവരാൻ വരുന്ന ഭേദഗതി എന്ന് പറയുന്നത് 2011 സെൻസസിന്റെ അനുപാതത്തിലേക്ക് ഇത് കൊണ്ടുവന്ന് കഴിയുകയും ഈ 50% എന്നുള്ളത് പറയുകയും ചെയ്താൽ ഇതെല്ലാം തന്നെ 2011 ബേസിസിലേക്ക് പോവും. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെയുള്ള രാഷ്ട്രീയക്കാർക്ക് ആർക്കും നഷ്ടം ഉണ്ടാകുന്നില്ല. ഒരു സ്റ്റേറ്റിനും ഏതെങ്കിലും രീതിയിലേക്കുള്ള നഷ്ടം ഉണ്ടാകുന്നില്ല. BJPക്ക് ഗുണമേ അതുകൊണ്ട് ഉണ്ടാകുന്നുള്ളൂ. കാരണം അവർ കൊണ്ടുവന്നിരിക്കുന്ന 2/3 മെജോറിറ്റി വേണ്ടുന്ന ഒരു കാര്യം അവർക്ക് 2/3 മെജോറിറ്റി ഇല്ലാത്ത 2 സഭകളിൽ പാസ്സാക്കി എടുക്കാനായിട്ട് അവർക്ക് കഴിയും. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നതിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അതിനെ എങ്ങനെ പൊളിറ്റിക്കൽ മൈലേജ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് മറ്റാരെക്കാളും നന്നായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും BJPയുടെ കേന്ദ്ര നേതാക്കൾക്കും അറിയുകയും ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കൂ മഞ്ജുഷ്. പ്രധാനമന്ത്രി വളരെ നാടകീയമായിട്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹം പറയും, ഈ നാട്ടിലുള്ള അമ്മ പെൺമാരുടെ കയ്യിലേക്ക് ഞാൻ അധികാരം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അതിനെ ഈ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവും മമതാ ബാനർജി ഉൾപ്പെടെയുള്ള ആൾക്കാർ എതിർത്ത് തോൽപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ആൾക്കാരെ തിരിച്ചറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ചെറുതല്ല. അതിനെക്കുറിച്ച് ഇവർക്കെല്ലാം അറിയാം. സത്യത്തിൽ ഈ 50% എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി അവിടെ ഉണ്ട് എങ്കിൽ ഇതിനെ അനുവദിക്കുക എന്നുള്ളതാണ് നല്ലത്. അങ്ങനെയാണ് എങ്കിൽ കേന്ദ്രം ഒറിജിനലി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ ഞങ്ങളുടെ സമ്മർദ്ദം മൂലം ഞങ്ങളുടെ വഴിക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ക്രെഡിറ്റ് അടിക്കുകയും ചെയ്യാം. പക്ഷെ അത് ചെയ്യുന്നെങ്കിൽ ഇന്ന് സഭയിൽ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പണി പാളും എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയും ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞു. ബില്ലിന്മേൽ വോട്ടെടുപ്പ് ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ്. ലോക്സഭ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോവുകയാണ്. ഡിവിഷനിലേക്ക് പോവുകയാണ്, വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ എത്തി. ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ, ബിൽ പരാജയപ്പെട്ടാൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ BJPക്ക് കഴിയുകയും ചെയ്യും. ശ്രീ സിബി സത്യൻ, ഇതിപ്പോൾ ഷീ ശക്തി ഇല്ല, അങ്ങനെയാണല്ലോ, നാരി ശക്തി, അത് രാജ്യത്തെ പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിക്കുന്നു എന്നുള്ള കാര്യമാണല്ലോ ഉന്നയിക്കാൻ പോകുന്നത്. അത് ഈ ഡിബേറ്റിൽ മുഴങ്ങിക്കേട്ട കാര്യവും അതുതന്നെയായിരുന്നു ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇതിൽ വെട്ടിൽ വീണിരിക്കുകയാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷം. അതെ, അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ വളരെ സമർത്ഥമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്
ഇക്കാര്യത്തിൽ BJP നടത്തിയത് എന്നുള്ള കാര്യത്തിൽ 100% അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പായിട്ട് അതിന്റെ ടൈമിംഗ് തന്നെ നോക്കുക. എല്ലാവരും തെരഞ്ഞെടുപ്പുകളിൽ വ്യാപൃതരായിരുന്ന സമയത്ത് മൊത്തത്തിൽ അതിന്റെ ശ്രദ്ധ മാറ്റിവിട്ടുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറ്റിവിട്ടുകൊണ്ട് ഒരു പുതിയ പ്രചരണ ആയുധത്തിലേക്ക് മാറ്റിവിട്ടുകൊണ്ട് ഒരു കളമൊരുക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ ആ ഒരു എന്താ പറയാ ഡീലിമിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടുന്ന എല്ലാ വഴികളും ഉണ്ടാക്കുക. അതിനനുസരിച്ച് വളരെ കൃത്യമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്മൂത്തായിട്ട് അധികാരത്തിൽ തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സിന് വഴിവെക്കുക തുടങ്ങി നിരവധി എന്താ പറയാ 1000 തലയുള്ള ഒരു 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 നാഗം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള സംഗതിയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ BJP സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് ബ്ലീഡ് ചെയ്യാതെ പ്രതിപക്ഷത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു സംശയമൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ബ്ലീഡ് ചെയ്താലും വേണ്ടില്ല, കുറച്ചുകൂടെ നിശ്ചിതമായ ഒരു അന്ത്യം അതിനുണ്ടാകണം എന്ന നിലയിലായിരിക്കും അവര് കാര്യങ്ങൾ നീക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിലവിലെ മൂഡനുസരിച്ച് ഇനിയിപ്പോ ഈ 50% പ്രാതിനിധ്യം ഉറപ്പുവരുത്താം എന്ന നിലയിൽ സർക്കാർ വാഗ്ദാനം കൊടുത്താൽ പോലും ഈ ബില്ല് പാസ്സാക്കാൻ പ്രതിപക്ഷം നിലവിലത്തെ അവസ്ഥയിൽ അനുവദിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ മണ്ഡല പുനർനിർണയം ഈ 50% സ്ത്രീകളുടെ വിഷയത്തേക്കാൾ കൂടുതൽ 2011 സെൻസസ് വെച്ചിട്ട് മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ BJPക്ക് ഉറപ്പായിട്ട് ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ എന്ന നിലയിലേക്ക് മണ്ഡല പുനഃക്രമീകരണം നടത്തിയേക്കാം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷത്തിന്റെ കുറച്ചുകൂടുള്ള വലിയ ആശങ്ക. അതുകൊണ്ട് തന്നെ അവരക്കാര്യത്തിൽ അതിശക്തമായൊരു പൊരുതൽ മുന്നോട്ട് വെക്കുമെന്ന് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിലവിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കേണ്ട എന്ന് പ്രതിപക്ഷം പറയുന്നത് ഇത് തന്നെയാണ്. ശ്രീ MS വേണുഗോപാൽ, അതുകൊണ്ട് തന്നെയാണല്ലോ പ്രതിപക്ഷത്തിന് ഇതിൽ നഷ്ടമുണ്ടാകും. അത് പക്ഷേ ഇപ്പോൾ ഈ ബംഗാൾ തെരഞ്ഞെടുപ്പിലെ അതെ ഉന്നയിക്കും. പക്ഷേ ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത്. കാരണം അവർ എതിർക്കാൻ പോവുകയാണ്. അവരെതിർക്കുന്നത് അവർക്ക് ദോഷമായി ഭവിക്കൂ. കാരണം ഇന്ത്യയിലെ 50% വോട്ടർമാരെ അവർ തള്ളുന്നതായിട്ട് ചിത്രീകരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇവിടെ ഡീലിമിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. ഡീലിമിറ്റേഷൻ നരേന്ദ്രമോദി വന്നപ്പോഴല്ലല്ലോ ഇത് തുടങ്ങിയത്. ഇത് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ കാലം മുതൽ നമ്മൾ ഡീലിമിറ്റേഷൻ നടത്തിയപ്പോഴൊക്കെ കോൺഗ്രസ് ഇതുപോലെ നടത്തിയിട്ടുണ്ട്. അന്നൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കേരളത്തിൽ നടത്തിയപ്പോൾ കണ്ടാണല്ലോ 2011 ഇവിടെ ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെട്ടിമുറിച്ചത് എങ്ങനെയാണെന്ന് നോക്കിയാൽ കോണക രൂപത്തിലും ത്രികോണ രൂപത്തിലും കോഴിമുട്ട രൂപത്തിലും ഒക്കെ ആയിട്ടാണ് ഓരോ വാർഡുകൾ ഇരിക്കുന്നത്. ആ വാർഡുകളിൽ തന്നെ വാർഡിലുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് എൻ്റെ വാർഡാണോ അപ്പുറത്തേതാണോ എന്നറിയാൻ പറ്റാത്ത വിധത്തിലാണ് വാർഡ് വിഭജനം നടത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കാലാകാലങ്ങളിൽ ഓരോ പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. അതിന് കുറേയൊക്കെ കടിഞ്ഞാണിടാനായിട്ട് കേന്ദ്ര നേതൃത്വം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ പോയാലും അവർക്കറിയാം ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഡിവിഷൻ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്, ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നത് അവർക്ക് ഗുണമായിട്ട് വരുള്ളൂ. കാരണം ഈ തത്വം നോർത്ത് ഇന്ത്യയിൽ ഇവർ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഇവർ നിലകൊള്ളുന്നത്. അത് തന്നെ അവർക്ക് അപകടം വരുത്തുന്ന മറ്റൊരു കാര്യമാണ്. വേറൊന്ന് ഇപ്പം സൗത്ത് ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഇന്ത്യ സഖ്യം നിലകൊള്ളുന്നത് എന്ന് നോർത്ത് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ പബ്ലിഷ് ആയി കഴിഞ്ഞു. ഇത് ഇവർക്ക് കുറച്ചുകൂടെ വോട്ട് അവിടെ നഷ്ടപ്പെടാനേ ഇടയാക്കുള്ളൂ. അല്ലാതെ ഡീലിമിറ്റേഷൻ കൊണ്ടല്ല ഇവർ നഷ്ടമുണ്ടാക്കാൻ പോകുന്നത്. അതിനേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാക്കാൻ പോകുന്നത് ഇവരുടെ വാചകത്തിൽ ഉണ്ടായിരിക്കുന്ന ചില അൺലിമിറ്റഡ് വേർഡ്സ് കൊണ്ടാണ്. ഈ വേർഡ്സാണ് അവർക്ക് നോർത്ത് ഇന്ത്യയിൽ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ഇലക്ഷനിൽ ഇവർക്ക് ഇതിന് ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് ബോധ്യമാണല്ലോ എന്തിനാണ് ഇവർ നോർത്ത് ഇന്ത്യയെ വെറുക്കുന്നത്. നോർത്ത് ഇന്ത്യ വെറുക്കുന്നതിന് ഒത്ത കാര്യമുള്ള അവർക്കിപ്പോൾ സീറ്റ് കുറവാണ്. അതേസമയം തിരിച്ചായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സൗത്ത് ഇന്ത്യ മുഴുവൻ BJPയുടെ കൂടെ, നോർത്ത് ഇന്ത്യ കോൺഗ്രസിൻ്റെ കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ തിരിച്ചേ പറയുള്ളൂ. ഈ സംഗതി നടപ്പിലാക്കിയ മതിയാവും എന്ന് പറഞ്ഞ് നിലവിളിക്കും. ഇതിനകത്ത് അല്ലല്ല നോർത്ത് ഇന്ത്യയെ വെറുക്കുന്നു എന്നൊക്കെ പറയുന്ന വേർഡ്സ് അപ്പൊ അതിന് കടന്നതല്ലേ? കാരണം ഒരു സൗത്ത് ഇന്ത്യ എന്ന ഒരു ഫെഡറൽ സിസ്റ്റത്തില് 4-5 സ്റ്റേറ്റുകൾ നിലനിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗം. സാർ, ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ തന്നെ സൗത്ത് ഇന്ത്യ ഒരു പ്രത്യേക ഭൂവിഭാഗമാണ്. അവിടുത്തെ വേണ്ടി പ്രതിപക്ഷം സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് മറ്റുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യയെ വെറുക്കുന്നു എന്ന് പറയുന്ന ഒരു അത് പറയാതെ തന്നെ അവർക്ക് മനസ്സിലായ കാരണം അവർ ഒരുപാട് ഇത്തരം കളികൾ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് ഇൻവേഷൻസ് കണ്ടിട്ടുള്ളതാണ്, അവർ ആക്രമണങ്ങൾ നിരന്തരം അനുഭവിച്ചിട്ടുള്ളതാണ്, അവർ വിഭജനങ്ങൾ പല വിധത്തിലുള്ളത് കണ്ടിട്ടുള്ളതാണ്. അവർക്കറിയാം ഞങ്ങളെ എങ്ങനെ തഴയുന്നു, ആര് തഴയുന്നു, അതനുസരിച്ച് അവർ വോട്ട് ചെയ്യും. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ജാതി നോക്കിയും മതം നോക്കിയും സഭ നോക്കിയും ഒക്കെ വോട്ട് ചെയ്യുന്ന കാലം ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ
ഇവിടുത്തെ വ്യത്യാസങ്ങൾ പലപ്പോഴും വരുന്നത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിൽ വന്ന് ജയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ഈ സാഹചര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡീലിമിറ്റേഷൻ പറഞ്ഞുകൊണ്ട് സൗത്ത് ഇന്ത്യയെ പ്രേമിക്കുകയും നോർത്ത് ഇന്ത്യയെ വെറുക്കുകയും ചെയ്യുന്നത്. ഈ തിയറി വരുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ വോട്ട് നഷ്ടപ്പെടും. ഇത് സ്വാഭാവികമാണ്. ഇത് തിരിച്ചു പറഞ്ഞാലും വരും. നോർത്ത് ഇന്ത്യയെ പ്രേമിക്കുകയും നമ്മളെ വെറുക്കുകയും ചെയ്ത് നോക്കട്ടെ. അപ്പം നമ്മളും ഐഡിയ മാറ്റും. അപ്പോൾ ഇന്ത്യ മുന്നണിയോ കോൺഗ്രസോ അല്ല നമുക്ക് വേണ്ടത്, BJP ആണെന്ന് നമ്മൾ തിരിച്ചും പറയും. ഈ രാഷ്ട്രീയ കുതന്ത്രം നടത്തുമ്പോൾ പിന്നെ മറ്റവരാണ് കുതന്ത്രം നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏത് കുതന്ത്രം നടത്തിയാലും നരേന്ദ്രമോദി ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, 30 വർഷം മുമ്പേ നടപ്പിലാക്കേണ്ട ഒരു നിയമമാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ഇപ്പോഴും സമ്മതിച്ചില്ലെങ്കിൽ 2029 നടക്കാൻ പോകുന്നില്ല. അല്ല, 2029 നടക്കുമെന്ന് മാത്രമല്ല, ഇത് പുതിയ സെൻസസ് പ്രകാരം നടക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ദോഷങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അല്ല, പുതിയ സെൻസസ് അനുസരിച്ച് ശ്രീത് 2029 പുതിയ സെൻസസ് അനുസരിച്ച് നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? കാരണം അല്ല, അത് 36 വരെ ചില പോയെന്നിരിക്കും. പക്ഷേ നീളും. അല്ല, സർക്കാരിന് നടപ്പിലാക്കുകയും ചെയ്യാം. അല്ല, അത് തീർച്ചയായിട്ടും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് നീളാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പ്രത്യക്ഷമായിട്ട് ഒരുപക്ഷെ നോക്കൂ, ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് പോൾ ബൗണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ, BJPക്കെതിരെ വലിയ വിമർശനത്തിന് വേണ്ടിയിട്ട്, അതായത് ചില സംസ്ഥാനങ്ങളുടെ താല്പര്യം പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട്, അവിടെ നിരന്തരം ഭരണത്തിലിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുവഴി ലോക്സഭയിലേക്കുള്ള എണ്ണം ഉറപ്പുവരുത്തിയതിനു ശേഷം ഭരണത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്ന രീതിയിലത്തേക്ക് ഇവിടെ FCR എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതേപോലെയുള്ള എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ BJPയുടെ ഇതിലെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇത് പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവരാരെങ്കിലും ശ്രമിച്ചാലാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്ത്രീകളോട് എത്രത്തോളം താല്പര്യമുണ്ട്. കാരണം നരേന്ദ്രമോദിയുടെ ഏത് പ്രസംഗം നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം അമ്മ പെങ്ങന്മാരെയാണ് അതിൽ സപ്പോർട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രതിപക്ഷം പരാജയപ്പെടുത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവതരിപ്പിച്ച ഒരു ബില്ലല്ലേ ഈ പറയുന്ന പോലെ 50% ഹൈക്കിന്റെ കാര്യമൊക്കെ. അതൊന്നും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും ഇല്ലായിരുന്നു. അതൊരു ഉറപ്പായിട്ട് പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് ബില്ലിൽ എന്ന് പറയുന്നത്. അതിന് കാരണമുണ്ടല്ലോ. കാരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലെ മണ്ഡല പുനർനിർണ്ണയം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ഫ്ലാറ്റ് 50% ബില്ലിൽ എഴുതി വെക്കാൻ പറ്റുകയില്ലല്ലോ ശ്രീജിത്ത്. അതുകൊണ്ടല്ലേ ചെയ്യാനായിട്ട് കഴിയില്ല. തന്നെയുമല്ല, ഇത് ഏത് രീതിയിലത്തേക്കാണ് ചെയ്യേണ്ടത്, എന്താണ് അതിന് ഉപയോഗിക്കുന്ന ഫോർമുല തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ബില്ലിലില്ല. അതെല്ലാം തീരുമാനിക്കേണ്ടത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. അപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇത് 2011 സെൻസസിനും പരിഗണിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ മതി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫോർമുല കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ 50% സാധൂകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം. അതല്ലാതെ നിലവിലത്തെ നമ്മുടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ കൊണ്ടോ ബില്ലിൽ എഴുതിയിരിക്കുന്ന കാര്യം കൊണ്ടോ അത് നടപ്പാക്കാനായിട്ട് കഴിയുകയില്ല. പക്ഷെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയ്ക്ക് നൽകുന്ന ഉറപ്പാണ് 50% ഗ്യാരണ്ടി എന്ന്. അപ്പോൾ അതിനെ അവിശ്വസിക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിശ്വസിക്കേണ്ടുന്ന കാര്യമില്ല. അത് BJP എന്നല്ല, SDPI ആണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിലും പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ വാലിഡിറ്റി ഉണ്ട്. അതിനെ നള്ളിഫൈ ചെയ്തുകൊണ്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ പ്രാക്ടിക്കലി വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഇതുവരെ എന്ത് കാരണത്താലാണോ ഇതിനെ എതിർത്തിരുന്നത് ആ കാരണങ്ങളെല്ലാം തന്നെ നെഗേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവനയാണത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്നതിൽ പ്രോറേറ്റ ബേസിസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ വർധന നൽകുന്നു, പിന്നെ അതിനോടൊപ്പം തന്നെ സ്ത്രീ സംവരണവും നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ലോജിക്കലായിട്ടുള്ള കാരണത്തിന്റെ പേരിൽ ഇതിനെ എതിർത്തും? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാകണമെങ്കിൽ ഏതാണ്ട് 360 വോട്ടുകൾ കിട്ടണം. 293 സീറ്റുകളാണ് NDAക്കുള്ളത്. അപ്പൊ 67 വോട്ടുകൾ അവർക്ക് അഡീഷണൽ ആയിട്ട് സെക്യൂർ ചെയ്യേണ്ടതുണ്ട്. പോവുകയാണ് 360 വോട്ടുകളാണ് ഈ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടത്. ഇപ്പോൾ വോട്ടെടുപ്പ് തുടങ്ങി, ഡിവിഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് തത്സമയം വോട്ടുകൾ വേണ്ട. കാരണം 489 പേരെ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതിന്റെ 2/3 പക്ഷേ പരാജയപ്പെട്ടിരിക്കുകയാണ്. അനുകൂലമായിട്ട് 278 പേരും എതിർത്ത് 211 പേരും വോട്ട് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ ഡിവിഷനായിരുന്നു അതിലെ ഡിവിഷൻ 1. 3 ബില്ലുകളാണ് അവതരിപ്പിച്ചത്. പിന്നെ അതിനകത്ത് ചില ഭേദഗതി നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. ആദ്യ ഭേദഗതി നിർദ്ദേശത്തിന്മേലാണ് ഈ വോട്ടെടുപ്പ് വന്നിരിക്കുന്നത്. അനുകൂലിച്ച് 278 പേരും എതിർത്ത് 211 അല്ലേ?
278 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു, 211 പേർ എതിർത്ത് വോട്ട് ചെയ്തിരിക്കുന്നു. ശ്രീത്ത്, തടസ്സമാണല്ലോ, ബില്ലിന് തടസ്സമുണ്ടായിരിക്കുകയാണ്. 211 പേർ എതിർത്ത് വോട്ട് ചെയ്തതോടുകൂടി. അതെ അതെ, ഇനി അത് തന്നെ 52% മാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന അനുകൂലമായിട്ട്. അപ്പോൾ 2/3 അതിലില്ല. പക്ഷേ ഇനി അതിന്റെ ഫർദർ അടുത്ത ഡിവിഷൻസിന്റെ വോട്ടെടുപ്പ് ഇനി നടക്കാനുണ്ട്. എന്നിട്ടാണ് അതിന്റെ ഫൈനൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പൂർണ്ണമായതിനു ശേഷം മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ കാര്യത്തിൽ മറ്റ് ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുകയും ചെയ്യും. അതിന്മേലും വോട്ടെടുപ്പ് നടക്കും. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അത് സാരമില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ ഇപ്പോഴത്തെ ആദ്യ ഡിവിഷനിലെ ഈ കണക്കുകൾ, എതിർത്ത് വോട്ട് ചെയ്തവരുടെ കണക്കുകൾ വരുമ്പോൾ അത് വ്യക്തമാകുന്നുണ്ട് അല്ലേ? പക്ഷേ വിട്ടുനിന്നവരുണ്ട് ഇക്കാര്യത്തിൽ. ബിൽ പാസ്സായിട്ടില്ല. അല്ല, അത് സഭയിൽ ഇല്ലാത്ത കുറേ പേരുണ്ട്. ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് പേര് പങ്കെടുക്കാതെ ഉണ്ട്. ഉള്ളതിൽ ആരും അബ്സ്റ്റൈനീസ് വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന സഭയിൽ ഹാജരുള്ള ആൾക്കാർ ആരുമില്ല. ഹാജരായ 489 എസ് പിയുടെയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെയും ഒക്കെ പിന്തുണ, അതായത് അവർ മാറി നിന്ന് സഹകരിക്കുമെന്ന രീതിയിലുള്ള അവസാനവട്ട ചർച്ചകൾ നടന്നിരുന്നു. പക്ഷെ അത് വിജയം കണ്ടില്ല. കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് SP അല്ലേ കൂടെ കൂട്ടുവാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല. SP ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ചരിത്രപരമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള എനിക്ക് തോന്നുന്നു മുലായം സിംഗും ലാലു പ്രസാദ് യാദവും. തീർച്ചയായിട്ടും ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ TMCയുടെ പിന്തുണയും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതും നടന്നിട്ടില്ല എന്തായാലും. ശരി, എന്തായാലും സിബി, ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്ന് തന്നെ പറയാം അല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് അവര് കൂടുതൽ വറി ചെയ്യുന്നത് 50% സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതിലല്ല, എണ്ണക്കൂടുതലും അല്ല. അവരെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഡീലിമിറ്റേഷൻ പ്രോസസ്സിനെയാണ്. അത് അറ്റ് ദിസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ അവരെനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ടാക്കാൻ, അതായത് 2026 സെൻസസ് പ്രകാരമാണ് ഈ പറഞ്ഞതുപോലെ ഡീലിമിറ്റേഷൻ പ്രോസസ്സിലേക്ക് വരുന്നതെങ്കിൽ ഇത് നടപ്പിലാക്കാൻ 2034 ആകും എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ആണ്, ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം അവർക്ക് ഒന്നുകൂടി തുരുതി നോക്കാൻ 2029 ഇലക്ഷൻ ബാക്കിയുണ്ട് എന്ന് പറയുന്ന ഒരു കച്ചിത്തുരുമ്പാണ് അവർ മുന്നോട്ട് പിടിക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3-2 ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ ബിൽ ലോക്സഭ കടക്കുവാനുള്ള സാഹചര്യം വന്നിട്ടില്ല. ഇതാണ് വനിതാ സംവരണം നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് തടസ്സമുണ്ടായിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് മേൽ കെട്ടിവെക്കുവാൻ സാധിക്കുകയും ചെയ്യും. ശ്രീജിത്ത്, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പ്രധാനമന്ത്രിയെ മാജിക്കുകാരനുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് സംസാരിച്ചത്. പല സമയത്തും സ്പീക്കർ ഇടപെടുന്നുണ്ടായിരുന്നു, വിഷയത്തിലേക്ക് വരുന്നില്ല എന്ന്. ഈ വനിതാ സംവരണത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണോ രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് ലോക്സഭയിൽ? തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടല്ല അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള വിമർശനം ഉണ്ടായത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൈന്യത്തിനെ അവഹേളിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപമൊക്കെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ദിവസം അത് നേരിടേണ്ടുന്ന ഒരു കാര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പലപ്പോഴും പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണ്. പാർലമെന്റിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിന്റെ മെറിറ്റിൽ ഒരു ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട്. മുമ്പ് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും, ജഗദംബിക പാലൊക്കെ തന്നെ അവിടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്ന സമയത്തെല്ലാം അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഓം ബിർള സ്ഥിരം ശ്രമിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് രണ്ടാമതൊരു ഊഴത്തിൽ അദ്ദേഹം സംസാരിക്കാൻ എണീക്കുന്ന സമയത്ത് ഓം ബിർളയ്ക്ക് താക്കീത് കൊടുക്കേണ്ടി വന്നത്. അദ്ദേഹം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ എന്ന രീതിയിലത്തേക്ക് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന്. അപ്പോൾ കുറച്ചുകൂടി മെച്യൂരിറ്റി, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടുന്ന ആളാണ്. കാരണം അദ്ദേഹം കേവലം ഒരു MP മാത്രമല്ല, പ്രതിപക്ഷത്തിന്റെ സ്വരമാണ്, പ്രതിപക്ഷത്തിന്റെ നാഥനാണ്. അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ്. ഈ സമയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൈറ്റലാണ്. കാരണം ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ അജണ്ട സ്കോർ ചെയ്യുന്നതിനോ സെറ്റിൽ ചെയ്യുന്നതിനോ വേണ്ടിയിട്ടോ അല്ല ശ്രമിക്കേണ്ടത്. മറിച്ച് പ്രതിപക്ഷത്തിന് നേരെ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആരോപണമുണ്ട്, സ്ത്രീ സംവരണം എന്ന് പറയുന്നതിനെ ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തി എന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു ബ്ലെയിം എങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും, എന്തിനാണ് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്നീ കാര്യങ്ങളെ ആശയപരമായിട്ട് അതിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. അതിന് കിട്ടുന്ന സമയത്തിനെ പലപ്പോഴും ലോക്സഭ കടന്നില്ല.
കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു വനിതാ സംവരണം, പക്ഷേ അതിനെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ രൂപത്തിൽ വനിതാ സംവരണം നടപ്പാക്കാൻ പറ്റില്ല എന്നാണ് പ്രതിപക്ഷം ശക്തമായി മുന്നോട്ട് വെച്ച ആവശ്യം. മണ്ഡല പുനർനിർണയം ഇപ്പോൾ സാധ്യമല്ല എന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 3/2 ഭൂരിപക്ഷം ലോക്സഭയിൽ കിട്ടാതിരുന്നത്. അതിന്റെ അർത്ഥം ഇനി രാജ്യസഭയിലേക്ക് ഈ ബിൽ കൊണ്ടുപോകാൻ കഴിയുകയുമില്ല. അങ്ങനെ വനിതാ സംവരണം 2029 നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന വനിതാ സംവരണ ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും ഇത് പരാജയപ്പെട്ടിരിക്കുകയാണ് ലോക്സഭയിൽ. കിരൺ ബാബു ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, 3/2 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ, പക്ഷേ അവസാന നിമിഷവും അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു കേന്ദ്ര സർക്കാർ. പക്ഷേ ഇവിടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചു വനിതാ സംവരണം, പക്ഷേ വനിതകളെ ചതിച്ചു പ്രതിപക്ഷം എന്ന രൂപത്തിലുള്ള ആരോപണമായിരിക്കുമല്ലോ ഇനി ശക്തമാകാൻ പോകുന്നത്. മനുഷ്യ ഭരണപക്ഷം ആ രീതിയിൽ തന്നെയായിരിക്കും ആരോപണം ഉന്നയിക്കുക. കാരണം ഇത്തരമൊരു ബില്ല് പരാജയപ്പെടും എന്നത് ഭരണപക്ഷത്തിന് 100% ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ അത്രത്തോളം വലിയ രാഷ്ട്രീയ അട്ടിമറി സംഭവിപ്പിക്കാൻ പ്രാപ്തമാവണമായിരുന്നു. കാരണം അത്തരമൊരു രാഷ്ട്രീയ അട്ടിമറിക്ക് ഒരു കാരണവശാലും പ്രതിപക്ഷത്ത് നിന്ന് ഏതെങ്കിലും പാർട്ടികൾ നിൽക്കാൻ തയ്യാറാകുമായിരുന്നില്ല. കാരണം ആത്യന്തികമായി ഈ ബിൽ ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സായാൽ പിന്നീട് 50% എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ല. അത് കേവല ഭൂരിപക്ഷത്തിന്, ഒരാളുടെ ഭൂരിപക്ഷത്തിനടക്കം സർക്കാരിന് പാസ്സാക്കാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇതിന് മുന്നിലുള്ളത്. അവർക്ക് ഒന്ന് മണ്ഡല പുനർനിർണയം, 2 എങ്ങനെയാണ് ആകെ MP-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ഇന്നത്തെ വോട്ടിംഗ് നില കൂടി അതിനു മുമ്പ് പറയാം. ആകെ 489 പേരായിരുന്നു സഭയിൽ ഹാജരായിരുന്നത്. 489 പേരിൽ 326 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ 3/2 ഭൂരിപക്ഷത്തോടു കൂടി ബിൽ പാസ്സാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. 278 പേരുടെ ഭൂരിപക്ഷം വോട്ട് മാത്രമാണ് ലോക്സഭയിൽ ഭരണപക്ഷത്തിന് കിട്ടിയത്. എതിർത്ത് 211, 180 വോട്ട് മതിയായിരുന്നു. മുഴുവൻ അംഗങ്ങൾ ഹാജരായാലും 180 വോട്ട് മതിയായിരുന്നു എതിർത്ത് ഈ ബില്ലിനെ പരാജയപ്പെടുത്താൻ. അതിന് പകരമായി 180 പകരം 211 വോട്ട്, 31 വോട്ടുകൾ കൂടി അധികം ഹാജരായിരുന്നു. 31 വോട്ടുകൾ കൂടി പ്രതിപക്ഷത്തിന് അധികം ലഭിച്ചിട്ടുണ്ട്. 278 വോട്ട് മാത്രമാണ് ലഭിച്ചത്. 489 326 ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതുവരെയും ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ വരുമ്പോൾ ഇതിനെ പരാജയപ്പെടുത്താൻ ഭരണപക്ഷത്തിന് കഴിയുമായിരുന്നു. കാരണം അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ, ബാക്ക് ഡോർ വഴിയായാലും ഫ്രണ്ട് ഡോർ വഴിയായാലും പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത്തരം നയതന്ത്ര നീക്കത്തിലൂടെയൊക്കെ പാസ്സാക്കിയിരുന്നു. പക്ഷേ ഇവിടെ കഴിയാതിരിക്കാൻ പ്രധാനപ്പെട്ട ഒരു റീസൺ, ഈ ഭരണഘടനാ ഭേദഗതിക്ക് മാത്രമാണ് 3/2 ഭൂരിപക്ഷം ആവശ്യമായിട്ടുള്ളത്. ഈ ഭരണഘടനാ ഭേദഗതി പാസ്സായി കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ആശങ്കയുള്ളത്. ഒന്ന്, മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അത് അമിത്ഷാ അവിടെ ഉറപ്പ് നൽകി എന്നതിനപ്പുറത്തേക്ക് ബില്ലിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യവസ്ഥയില്ല. ബില്ലിൽ ഇല്ലാത്തൊരു വ്യവസ്ഥ സംബന്ധിച്ച് പിന്നീട് ഒരു ഭേദഗതി കൊണ്ടുവന്ന് മാറ്റുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമില്ല. അവിടെ കേവല ഭൂരിപക്ഷം മാത്രം മതി. രണ്ടാമത്തത് മണ്ഡല പുനർനിർണയമാണ്. മണ്ഡല പുനർനിർണയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് മണ്ഡല പുനർനിർണയം വരുത്താൻ കഴിയും. അങ്ങനെ ഈ 2 സംഭവം ഉണ്ടായാലും സ്വാഭാവികമായും അതിന്റെ തിരിച്ചടി നേരിടാൻ പോകുന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുക. അതുകൊണ്ട് തന്നെയാവും പ്രതിപക്ഷ പാർട്ടികൾ ആകമാനം ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയത്. പക്ഷേ ഇതിൽ 2 തരത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഭരണപക്ഷം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇത് സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയുള്ള ബില്ലിനെ പ്രതിപക്ഷം എതിർത്തു എന്നുള്ള തരത്തിലാണ്. പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയല്ല. ഇത് സ്ത്രീ സംവരണവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട ഒരു ബില്ലല്ല. ഈ 3 ബില്ലുകൾ എന്ന് പറയുന്നത് 3 ബില്ലും ഒന്ന് ആകെ ഉള്ള അംഗങ്ങളുടെ എണ്ണം 540 നിന്ന് 850 വരെ വർദ്ധിപ്പിക്കുക എന്നുള്ള 131 ഭരണഘടനാ ഭേദഗതി, രണ്ടാമത് ഡീലിമിറ്റേഷൻ, മൂന്നാമത് വരുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഈ 3 വിഷയവും സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയാണ് എന്ന് കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. എന്നാൽ സ്ത്രീ സംവരണത്തിന് വേണ്ടിയല്ല, ഇത് രാഷ്ട്രീയ അട്ടിമറിക്ക് വേണ്ടിയാണ്, കുറുക്ക് വഴിയിലൂടെ അധികാരം നിലനിർത്താൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ എതിർപ്പ് സ്ത്രീ സംവരണത്തെ പ്രതിപക്ഷം അട്ടിമറിച്ചു എന്നാവും. പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കുക. സ്ത്രീ സംവരണം നടപ്പാക്കാൻ വേണ്ടിയല്ല കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നത്. ഈ 3 ഭരണഘടനാ ഭേദഗതിയും കുറുക്ക് വഴിയിലൂടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെയും അല്ലെങ്കിൽ BJPയുടെയും ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ആര് പറയുന്നതാവും കൂടുതൽ ജനങ്ങളിലേക്ക് ഫലപ്രദമായി എത്തിക്കാൻ കഴിയുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇതിൽ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ബിൽ പാസ്സായില്ല. വനിതാ സംവരണത്തിന് വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടി വരും. 33% സീറ്റുകളിൽ വനിതകൾക്ക് സംവരണം കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു ബിൽ കൊണ്ടുവന്നത്, വനിതാ സംവരണ ഭേദഗതി ബിൽ കൊണ്ടുവന്നത്. പക്ഷേ അതിനെ പ്രതിപക്ഷം എതിർക്കുകയായിരുന്നു. മണ്ഡല പുനർനിർണയം ഇതോടെ കൂട്ടിക്കുഴയ്ക്കാൻ അനുവദിക്കുകയില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. ശ്രീ MS വേണുഗോപാൽ, പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവന്ന ഒരു ബിൽ എന്ന രീതിയിൽ തന്നെ പറയാമല്ലോ ഇതിനെ. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഇതിന് പിന്നിൽ. തീർച്ചയായിട്ടും ഇത് പരാജയപ്പെടുമെന്ന് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മാത്രമല്ല BJPയിലെ സാധാരണ ഒരു MP പോലും അറിയാം. കാരണം അവർക്ക് 293 സീറ്റുള്ളപ്പം
360 സീറ്റ് വേണം, 360 പേർ കൈവെക്കണമെന്നിരിക്കെ അതെങ്ങനെ പാസ്സാകും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൽ 16 പേര് ഈ NDA മുന്നണിയിൽ അല്ലാത്തവർ കൂടി ചേർന്നാൽ പോലും 308 സീറ്റ് വരെ വോട്ട് വരെ കിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ വഴിയില്ല. അപ്പം 52ഓളം വോട്ടുകൾ ഒരു കാരണവശാലും കിട്ടില്ല. ഇന്ത്യ മുന്നണിയിൽ നിന്ന് അത് കിട്ടാൻ സാധ്യതയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച ബില്ലാണ്. ഈ ബില്ലിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: 30 വർഷമായി ഈ രാജ്യത്തെ സ്ത്രീകളെ 50% വരുന്ന വോട്ടർമാരെ കോൺഗ്രസ് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കാലഘട്ടത്തിൽ 1998 കാലഘട്ടത്തിൽ, പിന്നെ 2010, 2023 ഒക്കെ ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവസാനം കോംപ്രമൈസ് ആയിട്ട് പറഞ്ഞു 50% എല്ലാവർക്കും ഇൻക്രീസ് എന്ന് പറഞ്ഞു. അതുപോലും ഇവർ സമ്മതിച്ചില്ല. ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം കേന്ദ്ര സർക്കാരിന് ചില വൃത്തങ്ങൾ പുറത്തുവിടുന്നു, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ അവസാനം വരെ ഈ സസ്പെൻസ് നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? അതിലും ഒരു ഫോർമുല എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇതെങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഫ്ലാറ്റ് 50% നൽകാൻ കഴിയുന്നത് എന്നതിൽ മറ്റൊരു അതിനെക്കുറിച്ചും പരാമർശമില്ല. ഭേദഗതി വേണ്ടി വരും, അത് കൊണ്ടുവന്നില്ല. അപ്പോൾ ആത്മാർത്ഥതയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെയും സംശയിക്കണം. അല്ല, സംശയിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അത് JPCക്ക് വിടണം. JPC വിട്ടിട്ട് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണല്ലോ. എന്തൊക്കെ ചെയ്യേണ്ടത്, എത്ര കണ്ടീഷനുകളുണ്ട്, ആ കണ്ടീഷനുകൾ JPC കൂടെ പരിഗണനയിൽ വരണമെന്ന് കോൺഗ്രസിന് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെയാണ് പരാജയം പറ്റുന്നത്. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സമയോചിതമായി പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ ആർക്കും കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവാണെങ്കിൽ പഴയ കഥകൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തിന് എപ്പോഴും പറ്റുന്ന കുഴപ്പം അതാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അദ്ദേഹം എപ്പോഴും വിഷയം വിട്ട് സംസാരിക്കുകയാണ്. വിഷയം വിട്ട് സംസാരിക്കാൻ പാർലമെന്റിൽ സാധ്യമല്ല. സംസാരമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതെ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ നിർണായകവും വളരെ പൊളിറ്റിക്കലുമായ ഒരു ബില്ല്, അതായത് വനിതാ സംവരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരുപോലെ BJPക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ബില്ലാണ് അവർ ചെയ്തത്. വളരെ കൃത്യമായൊരു രാഷ്ട്രീയ മൂവായിരുന്നു. അതിനെ രാഷ്ട്രീയപരമായിട്ടും നൈതികമായി നേരിടുന്നതിന് പകരം ആക്ച്വലി ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇന്ന് രാഹുൽ ഗാന്ധി അവസരത്തിലൊക്കെ ഉയർന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അദ്ദേഹം വളരെ ശക്തമായിട്ട് മുന്നിൽ നിന്ന് പടനയിക്കുന്നതിന് പകരം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇതിന്റെ മെറിറ്റും ഡീമെറിറ്റും സംസാരിക്കുന്നതിന് പകരം മറ്റു കാര്യങ്ങൾ സംസാരിച്ചും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയം സംസാരിച്ചും സമയം കളയാൻ ശ്രമിച്ചത് വളരെ ബോറായി പോയി എന്നുള്ള കാര്യത്തില് ഇത് വാച്ച് ചെയ്ത ആർക്കും എതിരഭിപ്രായം ഉണ്ടാവാൻ വഴിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചില നേതാക്കന്മാർ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത്, പ്രേമേന്ദ്രൻ അടക്കമുള്ളവർ വളരെ നന്നായിട്ട് അവരുടെ ഡിഫൻസ് മുന്നോട്ട് വെച്ചു. പക്ഷെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും രസകരമായ ഒരു പോയിന്റായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിനകത്ത് ഒരു ശകലം പോലും ആത്മാർത്ഥത എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നില്ല. ഇത് വെറും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമായിട്ടാണ് അവർ മുന്നോട്ട് വെച്ചത്. ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയെ അടുത്ത 2 വർഷത്തിനുള്ളിൽ അവരുടെ ഈ പറഞ്ഞ ഭരണപരാജയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മൊത്തം മറയ്ക്കുന്ന ഏറ്റവും വലിയൊരു PR ക്യാമ്പയിൻ ആയിട്ട് ഇത് മാറ്റിക്കൊണ്ട് സ്ത്രീകളുടെ വോട്ട് കൂടുതൽ നേടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും BJPക്ക് കഴിയും. കാരണം BJPക്ക് അതിന് പറ്റുന്ന ഒരു നേതൃത്വവും അതിന് പറ്റുന്ന ഒരു PR സംവിധാനവും അതിന് പറ്റുന്ന ഒരു ടെക്നോളജിക്കൽ സോഷ്യൽ മീഡിയ സംവിധാനവും കൃത്യമായിട്ടുള്ളത് കൊണ്ട് അവർക്ക് വളരെ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ഏരിയയിൽ BJPയുടെ ഈ പറഞ്ഞ മുന്നേറ്റം തടയുന്നതിൽ പ്രതിപക്ഷം അതിമാരകമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒരു ഇലക്ഷൻ കൂടി നീട്ടിവെക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമാണ്. അതോടൊപ്പം തന്നെ നേരത്തെ കിരൺ ബാബു പറഞ്ഞതുപോലെ ഈ 3/2 ഭൂരിപക്ഷം വേണ്ടുന്നതും ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളെ ഈ തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ട് അവർക്ക് വേണ്ടി വന്നാൽ നമുക്ക് പറയാവുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഈ ഒരു ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ ആയുസ് നീട്ടി കിട്ടി എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഏക നേട്ടമായിട്ട് നമുക്ക് തൽക്കാലം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. ശരി, 2023 ശ്രീജിത്ത് ഈ ഭേദഗതി കൊണ്ടല്ല ഈ വനിതാ സംവരണ ബിൽ പാസ്സാക്കിയ സമയത്തും അന്ന് ആത്മാർത്ഥത സംശയിച്ചിരുന്നു. ഇത് എന്ന് നടപ്പാക്കുമെന്ന കാര്യത്തിൽ അന്നും ഒരു വ്യക്തത വന്നിരുന്നില്ല. നടക്കാൻ പോകുന്ന സെൻസസിന് ശേഷം മണ്ഡല പുനർനിർണയം നടത്തി ഏത് തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കും എന്നുള്ള കാര്യത്തിലും ക്ലാരിറ്റി അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നും ആത്മാർത്ഥത സംശയിക്കണം. ഇത് എത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാമോ അത്രമാത്രം നീട്ടിക്കൊണ്ടു പോകുവാൻ എല്ലാ പാർട്ടികളും ശ്രമിക്കുന്നതാണ്. അല്ല, അൾട്ടിമേറ്റ്ലി നമുക്കറിയാം വളരെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എല്ലാ പാർട്ടികളിലും ഉള്ളത്. പിന്നെയും കമ്പാരിറ്റീവ്ലി ഇലക്ഷന് അത്
അസംബ്ലിയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഒരുപക്ഷെ കൂടുതൽ സീറ്റ് സ്ത്രീകൾക്ക് നൽകുന്നത് BJP ആണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 33% ഇതേവരെ ഒരു പാർട്ടിയും അങ്ങനെ കൊടുക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, സ്റ്റാലിനൊക്കെ തന്നെ വലിയ ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലുള്ള മേയർമാരെല്ലാം വനിതകളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് വനിതകളായത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അത് ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടി പോലും അസംബ്ലി മത്സരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് 33% ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് വളരെ മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഐദർ ബൈ ഹുക്ക് ഓർ ക്രൂക്ക് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കാനായിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏത് രീതിയിലാണെങ്കിലും, അത് കുറുക്ക് വഴിയിലൂടെ ആണെങ്കിലും അല്ല എങ്കിലും. കാരണം നമുക്കറിയാം സ്ത്രീകൾക്ക് അത്രത്തോളം പ്രാതിനിധ്യം മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഉണ്ടാകേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ 30 വർഷം മുമ്പേ നടപ്പാക്കേണ്ടതായിരുന്നു എന്ന് നരേന്ദ്രമോദി പ്രസ്താവന പറയുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനെ എതിർക്കേണ്ടുന്ന ഒരാവശ്യവും നമുക്കില്ല. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ നന്നായി പൊളിറ്റിക്സ് പറയാൻ കഴിയുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ജനകീയ വിഷയങ്ങൾ കൊണ്ട് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭരണത്തിൽ ഒരു പ്രാതിനിധ്യം, അവർക്കൊരു പീസ് ഓഫ് പവർ കൊടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് BJPക്ക് കോൺഗ്രസിനെതിരെ എല്ലാ കാലവും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറഞ്ഞത് 25 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതേപോലെ ഒരു ചർച്ച വരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ BJPയെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതിനെ നേരത്തെ കൊണ്ടുവരാൻ ശ്രമിച്ച സമയത്ത് ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തിയ ആൾക്കാരാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇവിടുത്തെ പ്രതിപക്ഷം എന്നുള്ളത് അവർക്ക് പറയാൻ കഴിയും. ഞാൻ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് പറയാം ഈ 50% എന്ന് പറയുന്നത് ബില്ലിലില്ലല്ലോ. ശരിയാണ്, അങ്ങനെ ബില്ലിൽ ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ നിലവിൽ അതിന് പ്രൊവിഷൻ ഇല്ല. അങ്ങനെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണം. പക്ഷേ ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഭരണഘടനാ പ്രൊവിഷൻസിന്റെ പേരിൽ ഒരു ഡീലിമിറ്റേഷൻ എന്നുള്ള ഒരു ആശയത്തിനെയാണ് BJP പിച്ച് ചെയ്യുന്നത്. അപ്പൊ അത് പിച്ച് ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകുന്ന സമയത്താണ് അപ്പോൾ അവരുടെ ആശങ്കയ്ക്കും അടിസ്ഥാനമുണ്ടല്ലോ ശ്രീത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആശങ്കയ്ക്കും അടിസ്ഥാനമുണ്ടല്ലോ. അത് നിലവിലെ സെൻസസ് അനുസരിച്ച് 2011 സെൻസസ് അനുസരിച്ചാണെങ്കിൽ അവിടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കായിരിക്കും പ്രാതിനിധ്യം കൂടുതൽ വരിക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിനൊത്ത് പ്രാതിനിധ്യം ഉണ്ടാവുകയില്ല സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ. അത് അടിസ്ഥാനമുള്ളതാണല്ലോ. അല്ല, അതിൽ നമുക്ക് BJPയെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അതാണ് ഭരണഘടനാ പ്രൊവിഷൻ. ആ പ്രൊവിഷൻ ഉണ്ടാക്കിയിരിക്കുന്ന BJP അല്ല, വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യം മാത്രമേ പുതുതായിട്ട് പിച്ച് ചെയ്യാനായിട്ട് BJPക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിൽ നിങ്ങൾക്ക് അങ്ങനെ ജെനുവിനായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ അതിനെ ഞാൻ പരിഹരിക്കാമെന്നുള്ള ഒരു ഓഫറാണ് അമിത്ഷാ അവിടെ കൊടുക്കുന്നത്. നമുക്ക് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി രാഷ്ട്രീയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് 1 മണിക്കൂർ തന്നാൽ പ്രധാനമന്ത്രിയുടെ താല്പര്യത്തിലുള്ള നിങ്ങൾ പറയുന്ന 50% ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആ ബില്ലിന്റെ ഫോട്ടോ കോപ്പി പുതുതായിട്ട് തരാം. അത് മാത്രമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ എനിക്ക് 1 മണിക്കൂർ തരൂ എന്ന് അമിത്ഷാ പറയുന്ന സമയത്ത് ഇതിനൊക്കെ BJP ഇനി എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ? അപ്പോൾ അങ്ങനെ ഒരു വാഗ്ദാനം ഈ MP-മാരുടെ മുന്നിൽ പാർലമെന്റിന് ഉള്ളിൽ വെച്ച് തന്നെ കൊടുത്തിട്ടും അതിനെ കേൾക്കാനോ ഉൾക്കൊള്ളാനോ BJP ഈ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായില്ല എന്നൊരു കാര്യമല്ലേ? സത്യത്തിൽ അവിടെ പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ശരി, ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിന് തയ്യാറാണ്, നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അത് അവരുടെ വിജയമായിട്ട് അവർക്ക് ആഘോഷിക്കാമായിരുന്നു. അങ്ങനെ 50% കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? ഭരണഘടന വീണ്ടും ഭേദഗതി ചെയ്യണം, അല്ലെ? അങ്ങനെ ഭരണഘടനാ ഭേദഗതി പോലും പ്രതിപക്ഷം ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷമാണ് വന്നത്. അതുകൊണ്ട് ഇഫക്റ്റീവ്ലി ബില്ല് അവതരിപ്പിക്കുന്നത് കേന്ദ്രമാണെങ്കിലും വനിതാ സംവരണം കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളാണെന്ന് പറയാനുള്ള സുവർണാവസരം നഷ്ടപ്പെടുത്തിയില്ലേ? മണ്ഡലങ്ങൾ വരയ്ക്കുന്നത്, അതിർത്തികൾ നിർണ്ണയിക്കുന്നതിൽ ഇടപെടൽ വരും എന്നുള്ളതൊക്കെയാണ്. കാരണം മണ്ഡല പുനർനിർണ്ണയ കമ്മീഷൻ വരുമ്പോൾ ആ രീതിയിലായിരിക്കും പ്രവർത്തനമെന്നല്ലേ? അതെല്ലാം പിന്നീട് വരേണ്ടുന്ന കാര്യങ്ങളല്ലേ? അതായത് മണ്ഡല പുനർനിർണ്ണയം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടായതിനു ശേഷം പിന്നീട് നിർണ്ണയിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അത് ഭരണത്തിൽ ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രാദേശികമായിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലാണെങ്കിലും നടപ്പാക്കുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. ഞാൻ പറഞ്ഞത് പലപ്പോഴും ഇങ്ങനെ അടിക്കാനുള്ള വടി കിട്ടിയതിനു ശേഷം അതിനെ കോൺഗ്രസ് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് ഓർമ്മയില്ലേ? ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് MP-മാരെ തരൂ എന്ന് പറഞ്ഞപ്പോൾ 1-ാം നമ്പർ പേരുകാരനായിട്ട് ശശി തരൂരിനെ എഴുതി കൊടുത്തിരുന്നെങ്കിൽ ശശി തരൂർ പിന്നെ അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലും പോയി ഇന്ത്യക്ക് വേണ്ടി അനുകൂലമായിട്ട് സംസാരിക്കുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഞങ്ങളുടെ MP ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടിയത് എന്ന് പറഞ്ഞ് കോൺഗ്രസിന് പറയാമായിരുന്നു. ആ സുവർണാവസരം കാണിച്ചിരിക്കുകയാണോ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും? ഇവിടെ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തി. മഞ്ജുഷ, ഇതിനകത്തൊരു സുവർണാവസരം എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയിച്ചാലും പരാജയപ്പെട്ടാലും BJPക്ക് വലിയ നേട്ടം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു നാടകം എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് ഇന്നും ഇന്നലെയായിട്ട് നടന്നത്. അപ്പൊ അതിനകത്ത് എവിടെ തലകൊണ്ട് വെച്ചാൽ അവർക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റ് 50% വിശ്വസിച്ചാൽ അത് വീണു പോകുമെന്നാണോ താങ്കൾ ഇപ്പോഴും പറയുന്നത്? അത് വിശ്വസിക്കാതിരുന്നതാണ് നല്ലതെന്ന്?
അല്ലല്ല, ഫ്ലാറ്റ് 50% എന്ന് പറയുന്നതായിരുന്നു BJP-യുടെ ഉദ്ദേശമെങ്കിൽ BJP അത് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ തരത്തിലൊരു ബില്ലായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. അത് മാത്രമല്ല, മഞ്ജുഷ ഒരു സംശയം. അല്ലല്ലോ, ലോക്സഭയിൽ പറഞ്ഞ കാര്യമല്ലേ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത് 1 മണിക്കൂർ സമയം തരും. അതൊക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ക്രിയാത്മകമായി നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ പ്രതിപക്ഷവുമായിട്ടും അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായിട്ടും മുൻകൂട്ടി ചർച്ച നടത്തി ഇത്തരം 3/2 ഭൂരിപക്ഷം വരുന്ന ഭരണഘടനാ ഭേദഗതികളിൽ കൃത്യമായൊരു മുൻ ധാരണയുണ്ടാക്കി ഒരേ മനസ്സോടെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനിതകൾക്ക് 33% സംവരണം വാഗ്ദാനം ചെയ്യുന്ന ഈ ബില്ലെന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇന്ത്യൻ വനിതകളുടെ അവകാശങ്ങളെ സംരക്ഷിച്ചിടത്തോളം ഒരു വലിയ ചുവടുവെപ്പാണ്. അത് ഒരു പാർട്ടിക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം അവതരിപ്പിക്കുകയാണ് തൽക്കാലം BJP ചെയ്തത്. അതിനെ കുറച്ചുകൂടി വിശാലമായി പറയട്ടെ, അവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറയട്ടെ. അതായത് അമിത്ഷാ 1 മണിക്കൂറിനകത്ത് അത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ ശരി നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് എങ്കിൽ ഈ ബില്ലിനെ പാസ്സാക്കാൻ സഹായിക്കുകയും അതുവഴി വീണ്ടും ഒരു ഭരണഘടനാ ഭേദഗതി അതിൽ കൊണ്ടുവരികയും ചെയ്യാൻ സാധിച്ചാൽ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിക്ക് നാളെ പറയാൻ കഴിയുന്നത് 50% റിസർവേഷൻ എന്നുള്ള ഒരു അല്ലെങ്കിൽ 50% വർധന എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളത് ബില്ലിൽ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ അതിനെ നടപ്പാക്കി. അപ്പം ഞങ്ങളുടെ ടേംസിനനുസരിച്ച് ഞങ്ങൾ ഇതിനെ കൊണ്ടുവന്നു, നെഗോഷിയേറ്റ് ചെയ്തു, അത് നേടി. അപ്പോൾ ഇതിൻ്റെ ഈ സ്ത്രീ സംവരണം എന്ന് പറയുന്ന കാര്യത്തിനെ പോലും ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് അവതരിപ്പിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് ഇപ്പോൾ 2 ആയാലും BJPക്ക് ഗുണമായിട്ട് അവർക്ക് പറയാം. പക്ഷേ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസിനും പറയാൻ കഴിയുമായിരുന്നത് ഞങ്ങൾ അമിത്ഷായെ കൊണ്ട് ഇല്ലാതിരുന്ന ഒരു കാര്യം ആ ബില്ലിൽ എഴുതിപ്പിച്ചു, 1 മണിക്കൂറിൽ പോയി കൊണ്ടുവരാൻ ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറയാൻ കഴിയുമായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി അവർ മിസ്സാക്കി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതൊരു ഓപ്പർച്യൂണിറ്റി അല്ലല്ലോ, അത് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ തന്ത്രമല്ലേ. അത് ആ സമയത്ത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന പ്രതിപക്ഷത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബില്ലിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ഈ ബില്ലിന്റെ കാര്യത്തിൽ വനിതാ സംവരണത്തിന്റെ കാര്യത്തിൽ 100% ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ 50% സീറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈക്വലായിട്ട് കൂട്ടിക്കൊണ്ട് സ്ത്രീ സംവരണം നടപ്പിലാക്കുക എന്ന് പറയുന്ന ആശയത്തോട് സർക്കാരിനും BJPക്കും ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ഒരു സമവായത്തിലെത്താൻ കഴിയുന്ന ഒരുപാട് വഴികൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. ആ വഴികളൊന്നും ശ്രമിക്കാതെ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് അല്ല, പാർലമെന്റിൽ അത് ചർച്ച ചെയ്യുമ്പോൾ 18 മണിക്കൂർ ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രതിപക്ഷം അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ശരി അത് ഇൻക്ലൂഡ് ചെയ്യാം എന്നല്ലേ പറയേണ്ടത്. കാരണം നിലവിൽ അവർ കൊണ്ടുവരുന്നത് നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ. ഒറ്റ ഗോളാണ് പ്രതിപക്ഷത്തിന്റെ മുമ്പിലുണ്ടായിരുന്നത്. 2029 ഇലക്ഷനിൽ 543 സീറ്റ് നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മത്സരിക്കാൻ പറ്റണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ കോൺഗ്രസിനുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അവരിപ്പോൾ നടപ്പിലാക്കിയത്. അവർ വേറെ ഒന്നും പാലിച്ചിട്ടില്ല. ഈ 30 വർഷം അവർ കളിച്ച അതേ തന്ത്രങ്ങൾ തന്നെ ഇവിടെയും വലിച്ചു. ഇന്നലെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നെങ്കിൽ അന്നത് തല്ലിപ്പിരിച്ചിറങ്ങിയേച്ച് ഈ ഗവൺമെന്റിനെ അധിക്ഷേപിച്ചിട്ട് പോകുന്ന സന്ദർഭം ഉണ്ടായി. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഈ പാർലമെന്റിനകത്ത് അവതരിപ്പിച്ചത്. ഇത്തരം വലിയ ചുവടുവെപ്പുകൾ നടക്കുമ്പോൾ ഇതൊരു പാർട്ടിയുടെ സംഭവമായിട്ട് ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക. ഇല്ല, അത് ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഇത് എന്റെ ക്രെഡിറ്റിലല്ല, നിങ്ങളുടെ ക്രെഡിറ്റിലാണ്. നിങ്ങളാണ് 30 വർഷം മുമ്പേ ഇത് കൊണ്ടുവരുന്നില്ല, അന്ന് നിങ്ങൾ കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക്, എനിക്ക് ക്രെഡിറ്റ് വേണ്ട. നിങ്ങളുടെ പടം ഫ്രെയിം ചെയ്ത് ഞാൻ എല്ലായിടത്തും പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ പ്രതിപക്ഷത്തിനെടുത്ത്. നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് വളരെ വ്യാപകമായ ഒരു ചർച്ച അതിന്റെ പുറത്ത് നടത്തി ഒരു എവിടെ വിശ്വാസം എടുക്കാൻ? ഈ ചർച്ചയിൽ പ്രധാന പ്രതിപക്ഷ നേതാവ് ഈ വിഷയം പോലും സംസാരിക്കാതിരിക്കുമ്പോൾ ആ പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്ത് വിളമ്പാനാണ് ഇരിക്കുന്നത്? ഇതിൽ എന്ത് വിളമ്പാനാണ് ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ? വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നാടകമായിട്ട് ഈ വിഷയം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നില്ലല്ലോ. ഈ വിഷയം സംസാരിക്കാത്ത പ്രതിപക്ഷ നേതാവ് ബാലക്കോട്ടും ഓപ്പറേഷൻ സിന്ദൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ എന്തിന് വനിതാ ബില്ല് പറഞ്ഞ് സമയം കളയണം? ഇവിടെ ആരെ വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഇവിടെ ആരെ വിശ്വാസത്തിലെടുത്തില്ല. അതായത് സഭയിൽ തന്നെ, ഞാൻ പറഞ്ഞത് സഭയിൽ പറയുന്ന കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യമാണ്. സഭയിൽ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നു, ഞാൻ ഇങ്ങനെ ഈ 50% നൽകാം എന്നൊരു ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷം വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതല്ലേ ശരി?
കാരണം അത് രേഖാമൂലമുള്ള കാര്യമാണ്. ഒരു ഇതുപോലൊരു സംഭവം, ഒരു വാഗ്ദാനം പെട്ടെന്ന് ഒരു ചർച്ചയ്ക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റി പഠിക്കാൻ പ്രതിപക്ഷത്തിന് സമയം കിട്ടണ്ടേ? ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ഇത്തരം ഒരു സാധ്യതയെ പറ്റി മുൻകൂട്ടി പ്രതിപക്ഷവുമായിട്ട് ആശയവിനിമയം നടത്തുകയും അത്തരം ഒരു സമവായ വെട്ടിലാക്കുക എന്നതാണ് വെട്ടിലായി എന്ന് മാത്രമല്ല 2029 ഇതിനേക്കാൾ മെലിഞ്ഞ ഒരു ഇന്ത്യൻ മുന്നണിയും കോൺഗ്രസും പാർലമെന്റിൽ എത്തുന്നത് നിങ്ങൾക്ക് കാണാം. ശരി, ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇന്നത്തെ ചോദ്യമായിരുന്നു, വനിതാ സംവരണ ബിൽ കേന്ദ്രത്തിന്റെ നടപടി ആത്മാർത്ഥമാണോ? ആത്മാർത്ഥമാണെന്ന് വിശ്വസിക്കുന്നത് 44% പ്രേക്ഷകർ, ആത്മാർത്ഥമല്ലെന്ന് 54%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.